ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിന്റെ അടുത്ത ആഴ്ചയിലെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. നമ്മുടെ വീഡിയോസ് ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിവിടെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ നല്ല അടിപൊളി ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ പ്രാവശ്യം നമ്മുടെ നിധിയുടെയും സുധീഷിന്റെയും ജീവിതത്തിലേക്ക്. അങ്ങനെ നമ്മുടെ സുധീഷിന് ഒരു എട്ടിന്റെ പണി തന്നെയാണ് ഗായത്രി കൊടുക്കാനായിട്ടിരിക്കുന്നത്. കാരണം ഗായത്രിയെ ചീറ്റ് ചെയ്ത സുധീഷിന് ഗായത്രിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. കാരണം രണ്ടാഴ്ചത്തെ പരിചയമേ ഉള്ളൂ, എങ്കിലും സ്നേഹത്തോടെയൊക്കെ ഇത്രയും സംസാരിച്ചും ഫോണിലൂടെ ചാറ്റിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളിന് പെട്ടെന്ന് വിവാഹിതനാണ് എന്ന് കേട്ടതും ഗായത്രിക്ക് അത് താങ്ങാനായില്ല. ഗായത്രി ഇമോഷണലി ശരിക്കും തകർന്നു പോയി. കാരണം കുറച്ച് ഒരു ദുർബല മനസ്സെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ഒരു രീതിയിലായിരുന്നു ഗായത്രി. രണ്ടാഴ്ചത്തെ പരിചയമാണ്, ഇത്രയേറെ സ്നേഹിക്കാനും വിഷമിക്കാനും ഒക്കെ ഉള്ള സമയമായോ എന്ന് പോലും നമുക്ക് സംശയം. അങ്ങനെ നമ്മുടെ നികേഷ് വിളിച്ചു കൊണ്ടുവന്ന് സുധീഷിന്റെ ആയിട്ട് വീട്ടിൽ വെച്ച് കിളിക്കൂട്ടിൽ വെച്ച് സംസാരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗായത്രി അറിയുന്നത്. അതായത് മറ്റൊന്നുമല്ല, സുധീഷ് വിവാഹിതനാണെന്നും 6-7 മാസമായി വിവാഹം കഴിഞ്ഞിട്ടും എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം ഗായത്രി അറിയുന്നത്. അങ്ങനെ ഗായത്രി നേരെ പിന്നെ പോവുകയും നമ്മുടെ സുഭാഷ് ഒരു ഓട്ടോ പിടിച്ച് നമ്മുടെ ഗായത്രിനെ തിരിച്ച് ഹോസ്റ്റലിലോട്ട് വിടുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞ ഗായത്രി പിന്നെ ഒരു റൂമിനകത്ത് കയറി ഒരേ ഇരിക്കില്ല. ആരും വിളിച്ചിട്ടും ഫ്രണ്ട്സ് ഒക്കെ വന്ന് വിളിച്ചു നോക്കി, ആഹാ ഡോറൊന്നും തുറക്കില്ല, ഇനി എന്തെങ്കിലും അവിവേകം കാണിക്കോ എന്ന് പോലും അറിയില്ല. അങ്ങനെ ഗായത്രി ആ റൂമിനകത്ത് ഇരിക്കുന്ന സമയത്ത് കൂട്ടുകാരെല്ലാരും കൂടെ സുധീഷിന്റെ അടുത്തോട്ട് പറയുന്നത്. എന്നിട്ട് വന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, അതെ ഗായത്രി മാനസികമായിട്ട് ഒരുപാട് തളർന്നു പോയി, അവള് റൂം അടച്ച് ഒരേ ഇരിപ്പാണ്, ഞങ്ങളൊക്കെ കതവ് തട്ടി വിളിച്ചിട്ടും അവള് കതവ് തുറക്കുന്നില്ല, എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്നൊന്നും അറിയില്ല ചേട്ടാ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ തൂങ്ങേണ്ടി വരും എന്നൊക്കെ അവര് വന്ന് പറയണം. ഇത് കേൾക്കണതും സുഭാഷിനും അതുപോലെ സുധീഷാണെങ്കിൽ പേടിക്കണം. കാരണം വെറുതെ കിടന്ന വലിയ കിടന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ച ഒരു അവസ്ഥയായിപ്പോയി. അങ്ങനെ ആ പിള്ളേര് വന്ന് പറഞ്ഞിട്ട് പോയത് സുഭാഷ് പറഞ്ഞു, നിനക്കിത് എന്തിന്റെ കേടായിരുന്നു സുധീഷേ, ഇതിന്റെ വല്ല ആവശ്യം നിനക്കുണ്ടായിരുന്നോ നിധിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്? നിനക്ക് ഇപ്പൊ സമാധാനമായല്ലോ, ആ കുട്ടി എന്തെങ്കിലും ചെയ്ത് അതിനാരാടാ ഇനി സമാധാനം പറയണേ? സുഭാഷ് അവിടെ കിടന്ന് ചാട്ടം തുടങ്ങിയിട്ടോ. അവസാനം എന്ത് ചെയ്യണമെന്നൊരു ആലോചിച്ചിട്ട് എത്തും പിടുത്തവും കിട്ടുന്നില്ല. ആകെ ഇടങ്ങേറ്. ഇനി എന്താ ചെയ്യണേ, ആകെ വല്ലാത്തൊരു വിഷമായി പോയിട്ടോ. അങ്ങനെ നമ്മുടെ സുധീഷ് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ സമയം നമ്മുടെ നിധിയും നികേഷൊക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പോഴേക്കും നിധി ഒരു തീരുമാനം എടുക്കുകയാണ്. നിധി വന്നിട്ട് പറയും, അതെ എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി, സുധീഷിന് ആ പെൺകുട്ടിയെ ഇഷ്ടമാണല്ലോ, ആ പെൺകുട്ടിക്കും സുധീഷിനെ ഇഷ്ടമാണ്, ഞാൻ പോയി കണ്ട ഗായത്രിയായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. സുധീഷ് അപ്പൊ തന്നെ, എനിക്ക് അങ്ങനെ ആ പെൺകുട്ടിയോട് ഒരു ഇഷ്ടവും ഇല്ല നിധി, നിനക്ക് എന്താ പറ്റിയ? ഞാൻ അങ്ങനെ ഒന്നും കരുതിയിട്ടേ ഇല്ല. പിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ രാത്രിയും പകലൊന്നും ഇല്ലാണ്ട് ഗായു എന്ന് വിളിച്ച് ആ കുട്ടിയായിട്ട് അത്രയും സംസാരിച്ച് അങ്ങനെയൊക്കെ ഇരുന്നത്? അതൊന്നുമില്ല, സുധീഷിന് ശരിക്കും ഇഷ്ടം തന്നെ. സുധീഷ് അന്തം വിട്ടു പോവാണ്. കാര്യം വേറൊന്നുമല്ല, ഈ ഗായത്രിയുടെ കേസ് എന്റെ തലയിൽ വന്ന് വീഴുന്നു സുധീഷ് ഒരിക്കലും കരുതിയില്ല. നിധിയുടെ മുന്നില് ഗായത്രി ആയിട്ട് ലൈനാണെന്ന് അറിയുമ്പോൾ നിധി സുധീഷിനെ വഴക്ക് പറയും. അങ്ങനെ ഒരു ഇതായിരുന്നു സുധീഷ് മനസ്സിൽ കണ്ടത്. പക്ഷെ ഇത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറയണ ഒരു അവസ്ഥയായിപ്പോയി സുധീഷിന്. വേണ്ട നിധി പോയേ വേണ്ട. അപ്പൊ പറഞ്ഞു, അത് പറ്റില്ല, ഞാൻ എന്തായാലും ഇതിനൊരു തീരുമാനം എടുക്കും, ഞാൻ ആ കുട്ടിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പോവാ. എന്തിന്? സുധീഷ് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അല്ല സുധീഷ് സ്നേഹിക്കുന്ന പെൺകുട്ടിയല്ലേ, അപ്പൊ എന്തായാലും ആ കുട്ടി ഇവിടെ നിൽക്കട്ടെ. സുഭാഷൊക്കെ അന്തം വിടുകയാണ്. നിധി ഇതെന്താ തീരുമാനിക്കണേ? നികേഷ് പോലും ഒരു നിമിഷം ഞെട്ടിപ്പോവുകയാണ്. കാരണം ഒരിക്കലും ഭയങ്കര ട്വിസ്റ്റ് ആയിപ്പോയി. കാരണം സുധീഷ് തന്നെ അവനവൻ കുഴിക്കുന്ന കുഴി അവനവൻ വീഴുമെന്ന് പറഞ്ഞു കേൾക്കണ അവസ്ഥയായിപ്പോയി സുധീഷിന്. സുധീഷ് പറ്റുന്ന പോലെ നിധിയുടെ അടുത്ത് പറയണം, വേണ്ട നിധി പോണ്ട, ഞാൻ അത് പോയി സംസാരിച്ച് സോൾവ് ചെയ്തോളാം, സുഭാഷ് ഏട്ടാ നിധിയുടെ അടുത്ത് പോകണ്ടെന്ന് പറയാം. അപ്പൊ നിധി പറഞ്ഞു, സുഭാഷ് ഏട്ടാ ഞാൻ പോയി തീരുമാനിച്ചിട്ട് ഇതിനൊരു തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴേക്കും സുധീഷിന് അങ്ങ് ഭ്രാന്ത് പിടിക്കാണ്. അപ്പൊ ഭാസ്കറിനും ഉണ്ട്, ഹരീഷ് ഉണ്ട്, എല്ലാരും ഉണ്ട് കേട്ടോ. അങ്ങനെ നിധി പുറത്തോട്ട് നമ്മുടെ നികേഷിനെയും കൂട്ടി പോവാനായിട്ട് നിൽക്കുകയാണ്. ഈ സമയം സുധീഷ്, വേണ്ട നിധി, ഞാൻ പോയി സംസാരിച്ചോളാം, ഗായത്രി ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, നിധി പോയി വെറുതെ ഓരോ വയ്യാവേലി കേസൊന്നും തലയിൽ ചുമക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ സമയം നിധിക്ക് വല്ലാത്ത ഒരു ഇത് തോന്നുന്നു കേട്ടോ മനസ്സില്. കാരണം സുധീഷിന്റെ ഈ ഒരു പെടപ്പും ആ ഒരു ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു ഉള്ളിലൊരു ചിരിയൊക്കെ വരെയാണ് കേട്ടോ. അങ്ങനെ നിധി പറഞ്ഞു, എന്തായാലും ഞാൻ പോകും, നികേഷ് നീ കേറിക്കേ. അങ്ങനെ നമ്മുടെ നിധി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ.
സുധീഷിന് ഭ്രാന്ത് പിടിച്ച്, സുധീഷ് എന്തെങ്കിലും കാണിക്കെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. എനിക്ക് നിധിയെ എന്നേക്കുമായിട്ട് നഷ്ടമാകുമോ? എവിടെ കിടക്കണം അവളെ ഞാൻ ചുമക്കേണ്ടി വരുമോ? ഞാൻ മനസ്സിൽ പോലും അവളെ നിന്ന് സ്നേഹിക്കുക ചിന്തിക്കുക കൂടി ചെയ്തിട്ടില്ല. എന്റെ ഒരു വിധി എന്ന് പറഞ്ഞ് സുധീഷ് അകത്ത് കയറി പോകണം കേട്ടോ. അപ്പൊ സുഭാഷും ഹരീഷും ഭാസ്കറിനൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പൊ സുഭാഷ് പറയും, മോളെ നീ എന്താ ഈ തീരുമാനിച്ചിരിക്കണേ? ഏയ് ചുമ്മാതെ സുഭാഷ് ചേട്ടാ, ഒന്ന് പേടിപ്പിച്ചില്ലെങ്കിലേ ഇങ്ങേർക്ക് ഇച്ചിരി എല്ലിന്റെ ഇടയിൽ ഒരു ഇത് കയറ്റം കൂടുതലാ. ഒരു ഭാര്യയുണ്ട് കല്യാണം കഴിച്ച്, ആ ഭാര്യയുടെ മുമ്പിൽ വെച്ച് കണ്ടവളമാരുടെ ഇങ്ങേരെ ഒരു കിന്നാര, അതിനൊരു ഇച്ചിരി കൊടുത്തില്ലെങ്കിൽ ശരിയാവൂല. അത് കേട്ടതും ഭാസ്കരനും ഹരീഷിനും നികേഷിനും സുഭാഷിനും സമാധാനാവാണ്. കാരണം സുധീഷിനിട്ട് ഒരു 8ന്റെ പണി കൊടുക്കാനുള്ള അടവായിരുന്നു നിധി. എന്നിട്ട് നിധി ഉറക്കം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, സുഭാഷ് ചേട്ടാ ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടേട്ടോ, ഞങ്ങൾ ഇച്ച് കഴിയുമ്പോ തന്നെ ഗായത്രിയും കൂട്ടി ഇങ്ങോട്ട് വരും. അപ്പോഴേക്ക് സുധീഷ് വീണ്ടും എണീറ്റ് വന്നിട്ട്, എന്റെ പൊന്നു നിധി നീ പോണ്ട, ഞാൻ പോയി സംസാരിച്ചോളാം എന്നൊക്കെ പറയാൻ കേട്ടോ. അതൊന്നും ശരിയാവില്ല, സുധീഷ് അവിടെ ഇരുന്നാ മതി, ഞാൻ പോയി സംസാരിച്ചോളാം. അങ്ങനെ നികേഷിനെ വണ്ടി കയറ്റിക്കൊണ്ട് നമ്മുടെ നിധി പോവേന കേട്ടോ. അങ്ങനെ ഗായത്രി താമസിക്കുന്ന ആ വീട്ടിലോട്ട് എത്തുകയാണ്. അപ്പൊ അവിടെ ചെന്നപ്പം ഗായത്രിയുടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പം പറഞ്ഞു, ഞാൻ ഇങ്ങനെ സുധീഷിന്റെ വീട്ടിൽ നിന്നാണ്, എനിക്ക് ഗായത്രിയുടെ കൂടെ സംസാരിക്കണമെന്ന് പറയാം. അതേ ചേച്ചി, ഗായത്രി വാതിൽ തുറക്കുന്നില്ല, അവളുടെ റൂമിൽ തന്നെ ഇരിക്കുക. അപ്പൊ നിധി പറയാം, ഏതാ റൂം? അങ്ങനെ നികേഷിനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോവേണേ. ആ റൂമിന്റെ അടുത്തോട്ട് എന്നിട്ട് നികേഷിന്റെ അടുത്ത് പറയാം, നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഇപ്പൊ വരാം. അങ്ങനെ ഡോറിന്റെ അടുത്ത് ചെന്നിട്ട് ഗായത്രിയുടെ ഡോറിൽ മുട്ടേണ്. അതെ, ഞാൻ നിധിയാണ്, സുധീഷിന്റെ ഭാര്യയാണ്. ഗായത്രി ഡോർ ഒന്ന് തുറക്കുവോ, എനിക്ക് ഗായത്രിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പോഴേക്കും ഗായത്രി ഒരു നിമിഷം ഉള്ളിൽ ഇരുന്ന് ശ്രദ്ധിക്കാണ് എന്താ നിധി പറയണേന്നുള്ളത്. അതെ, പേടിക്കണ്ട, ഒന്ന് ഡോറ് തുറക്കുക, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാന്ന് പറയാം. അങ്ങനെ ഗായത്രി വന്ന് ഡോറ് തുറക്കാനായിട്ടോ. അപ്പോഴേക്കും നിധി അകത്ത് കയറി, എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്ത്, എന്നിട്ട് നിധി ഗായത്രിയോട് ചോദിക്കും, അല്ല എന്താ പറ്റിയത്? അപ്പം ഗായത്രി ഒറ്റ കരച്ചിലാട്ടോ, ചേച്ചി എനിക്ക് എനിക്ക് എന്തോ എനിക്കറിയില്ല, ഞാൻ സുധീഷിനെ ഒരുപാട് സ്നേഹിച്ചു, പക്ഷെ എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ചേച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു ഇതും ചെയ്തിട്ടില്ല, എനിക്കറിയില്ലായിരുന്നു സുധീഷ് എന്റെ വൈഫാണ് ചേച്ചി എന്നുള്ള കാര്യം. എന്നോട് ആരും പറഞ്ഞതുമില്ല. ഞാനൊരു വിഡ്ഢിയെ പോലെ ഇതൊന്നും അറിയാണ്ട് വിഡ്ഢിയെ പോലെ കിടന്ന് ആടി എന്നൊക്കെ പറഞ്ഞ് ഗായത്രി ഒരേ കരച്ചില്ല. അപ്പൊ നിധിക്ക് പോലും പാവം, ഒരു നിമിഷം ഒരു പാവത്തും തോന്നില്ല. പാവം ആ കുട്ടിയെ വഞ്ചിച്ച്, ഇതിനെല്ലാം കാരണം ആ സുധീഷാണ്. അപ്പം നിധി പറയും, അതെ ഇപ്പൊ പഠിക്കുന്ന പ്രായമല്ലേ, വെറും 2 ആഴ്ചത്തെ പരിചയമല്ലേ സുധീഷുമായിട്ടുള്ളൂ, അതിനിടയിൽ സുധീഷിന് ഇത്ര കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയ ഒന്നും ചെയ്തതുമില്ല. അതുകൊണ്ട് ഒന്ന് ആലോചിച്ചിട്ട് ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചാൽ പോരായിരുന്നു. ചേച്ചി എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്ത തെറ്റാണ് എന്ന് എനിക്കറിയാം. അത് സാരമില്ല, അറിയാണ്ട് പറ്റിപ്പോയതല്ലേ എന്നിങ്ങനെ പറയട്ടോ. അങ്ങനെ നമ്മുടെ നിധി ഗായത്രിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. വീട്ടിലാരൊക്കെയുണ്ട്, എന്തൊക്കെ വീട്ടിൽ എന്താ ചെയ്യണത്, വീട്ടുകാർ ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും ദൂരെ പഠിക്കാനൊക്കെ വിടുമ്പോൾ ആ കാര്യങ്ങളല്ലേ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാണ്ട് കുട്ടിയുടെ പ്രായവും സുധീഷിന്റെ പ്രായവും തമ്മിലും കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പൊ പഠിക്കേണ്ട ആ ഒരു പരുവല്ല. അപ്പൊ ആ പ്രായത്തിൽ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനിയെങ്കിലും ഇതുപോലെയുള്ള ഒരു വെട്ടിലൊന്നും ചെന്ന് ചാടരുത്. മനസ്സിന് നിയന്ത്രിക്കാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ നിധി പറയാണ്. പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ നേടിയിട്ട് ഒരാളെ സ്നേഹിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. സ്നേഹിക്കുമ്പോൾ അതനുസരിച്ച് മനസ്സിലാക്കി വേണം നമ്മൾ ഒരു അഫയറിലോട്ട് ചെന്ന് ചാടാൻ. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നാൽ നമ്മുടെ മനസ്സിന് അതൊരിക്കലും താങ്ങാനാവില്ല എന്നൊക്കെ നിധി പറയാൻ കേട്ടോ. ഇതേ സമയം നമ്മുടെ സുധീഷ് വീട്ടിൽ കിടന്ന് കാണിക്കുന്ന പൊല്ലാപ്പാണെങ്കിൽ ഭാസ്കരൻ ഉൾപ്പെടെ വന്നിട്ട് പറയണം, വീടൊക്കെ വൃത്തിയാക്കിയിട്, എന്തായാലും നിധിയുടെ സ്ഥാനത്ത് ഇനിയിപ്പോ വേറൊരു പെൺകുട്ടി വരും. എടാ സുധീഷേ, ദേ എത്രയും പെട്ടെന്ന് നീ നിധിക്ക് ഡൈവേഴ്സ് കൊടുത്തണം, ഭാസ്കരൻ പറയണ. അപ്പോഴേക്കും നമ്മുടെ സുധീഷേക്കും, ദേ എന്റെ വായിരിക്കണം നിങ്ങൾ കേൾക്കണ്ടോ, എനിക്ക് അല്ലെങ്കിൽ തന്നെ ഭ്രാന്ത് പിടിച്ചിരിക്കാം. നിനക്കെന്തിനാണോ ഭ്രാന്ത് പിടിക്കണ? നിനക്ക് പുതിയൊരു കാമുകയില്ലേ? നീ ആ കൊച്ചിനെ നീ എന്തിനാ ഇനി നോക്കണത്? എനിക്ക് എന്തായാലും ആ കൊച്ചിനെ വലിയ ഇഷ്ടമാണ്, ഞാൻ എന്റെ മോളെ പോലെ നിധിയെ കാണുന്നത്. നീ അങ്ങ് ഡൈവേഴ്സ്, അവക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി ഞങ്ങളൊരു നല്ല കല്യാണം നടത്തി അങ്ങ് വിട്ടേക്കുക. നിന്നെ പോലെ കണ്ട പെണ്ണുങ്ങളെ പുറകെ നടക്കണവനെ അവക്ക് എന്തിനാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കറിനും അതിന്റെ ഇടയിൽ കയറി ഗോൾ അടിക്കുകയാണ്. അപ്പോഴേക്കും സുധീഷ് പറയും, ഹരീഷെ നീ തൂത്തിറക്ക, ഞാൻ തുടച്ചോളാം. അങ്ങനെ സുധീഷ് എന്ന് തുടയ്ക്കാനുള്ള ബക്കറ്റും വെള്ളവും മോപ്പൊക്കെ എടുത്തോണ്ടൊന്ന് വെക്കുകയാണ് കേട്ടോ. അവർക്കൊക്കെ ഉള്ളിൽ ഭയങ്കര ചിരിയാണ്. കാരണം സുധീഷിന്റെ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോ വല്ലാത്തൊരു ചിരിയാണ് കേട്ടോ. ഹരീഷ് ഈ സുധീഷിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഒരു കുസൃതി തോന്നിയിട്ട് ഹരീഷിന്റെ ഫോൺ
ഫോണില് സുധീഷിന്റെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കാണ്. എന്ന് വെച്ചാൽ സുധീഷ് അങ്ങ് ഓരോരുത്തരുടെ അടുത്ത് സുഭാഷ് ഏട്ടാ അവളെ വിളിക്കുക, നിധിയെ വിളിക്കുക, അവൾ അങ്ങോട്ട് എത്തിയോന്ന് ചോദിക്കുക, അങ്ങോട്ട് പോകണ്ടെന്ന് പറയാം. സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടന് നിങ്ങൾക്ക് അറിയില്ലേ, എന്റെ ജീവിതത്തിൽ ഒരേ ഒരു പെൺകുട്ടിയുള്ളൂ, അത് നിധി മാത്രമാണ്. എനിക്ക് അവളെ അല്ലാണ്ട് മറ്റൊരാളെ സ്നേഹിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ലേ? പിന്നെ അപ്പൊ സുഭാഷ് ചോദിക്കും, ഓ എന്നിട്ടാണോ ഗായു ഗായു എന്ന് പറഞ്ഞ് നീ അവളെയും കൊണ്ട് നടന്നത്? അയ്യോ അത് നിധിയെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാ. എടാ ഹരീഷ്, തുടക്കം മുതലുള്ള കാര്യങ്ങൾ നിനക്കെങ്കിലും അറിയാലോടാ. എടാ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ. സുധീഷിന് ഇരിക്കെ പൊറുതി പറഞ്ഞില്ലട്ടോ. അപ്പൊ ഭാസ്കരൻ പറഞ്ഞു, നീ വലിയ ഷോ ഒന്നും കാണിക്കണ്ട, നീ അവിടെ ഇരിക്ക. എടാ ഞാൻ പോയി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിരിക്കാം, എന്തായാലും പുതിയ മരുമോളൊക്കെ പറഞ്ഞല്ലേ, ചിലപ്പോ അവരുടെ വീട്ടുകാരൊക്കെ ഉണ്ടാവും. നമ്മുടെ സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യണമല്ലോ. ഭാസ്കരൻ അങ്ങനെ അതും പറയണ്ടോ. അപ്പോഴേക്കും സുധീഷിന് ആകെ പേടിയായി. അപ്പൊ സുധീഷ് നേരെ നികേഷിനെ വിളിക്കാൻ കേട്ടോ. എടാ നിങ്ങൾ എവിടെയാ? അപ്പോഴേക്കും നമ്മുടെ നികേഷ് പറയും, ഞങ്ങള് ഗായത്രിയുടെ താമസിക്കുന്ന ആ വീട്ടിലാന്ന് പറയും. പിന്നെ നിങ്ങൾ വല്ല ജ്യൂസോ ഐസ്ക്രീമോ കഴിക്കാൻ പോയതായിരിക്കും, എന്നെ പറ്റിക്കാനല്ലേടാ നികേഷ്. ഈ സുധീഷ് എന്നെ എന്താ പറ്റിയ? ഫോൺ കട്ട് ചെയ്ത് ഞാൻ ഇപ്പൊ തന്നെ പിക്ക് ഇട്ടിരാന്ന് പറഞ്ഞിട്ട് ഗായത്രിയുടെ വീട്ടിൽ നിൽക്കണ പിക്കൊക്കെ നമ്മുടെ നികേഷ് ഇട്ട് കൊടുക്കുകയാണ്. സുധീഷിന് അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പം ആകെ നെഞ്ചിന് വെപ്രാളാവാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. നിധി ഒരിക്കലും അങ്ങനെ ചെന്ന് ഗായത്രിയായിട്ട് കണ്ട് സംസാരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലല്ലോ. അങ്ങനെ സുധീഷിന് ആകെ വെപ്രാളം. ഇനി ഇവിടെ നിൽക്കണത് പന്തിയാണ്, എന്ത് വന്നാലും ശരി ഇവിടെ നിന്ന് മുങ്ങുക, അതല്ലാണ്ട് വേറെ രക്ഷയില്ല. അങ്ങനെ സുധീഷ് പതുക്കെ അവിടെ നിന്ന് വലിയാനായിട്ട് നോക്കട്ടോ. അപ്പോഴേക്കും ഭാസ്കരൻ ആ ഡോറിലോട്ട് അങ്ങോട്ട് കയറി നിൽക്കും. അതെ, നീ എങ്ങോട്ട് പോവാ? ഇത്രയും പണി ഒപ്പിച്ചു വെക്കറിയാമെങ്കിലേ ഇത് നീ അനുഭവിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് ഭാസ്കരൻ, നീ അവിടെ പോയിട്ട്. അങ്ങനെ ഹരീഷും സുഭാഷും ഭാസ്കരനും കൂടെ ചേർന്നിട്ട് സുധീഷിനെ വാലോ എടവും തിരിയാൻ പറ്റാത്ത രീതിയിൽ പൂട്ടിയിടും കണക്കുള്ള ഒരു അവസ്ഥയായി പോയിട്ടോ. സുധീഷിന് മനസ്സിലായി തനിക്ക് എന്തായാലും രക്ഷപ്പെടലോ പറ്റില്ല, താൻ പെട്ടു എന്ന രീതി തന്നെ. അങ്ങനെ നമ്മുടെ നിധി ഗായത്രിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് എല്ലാം ഓക്കെ ആക്കി വരെയാണ്. കാരണം മനസ്സിലാവുന്നുണ്ട്, ആ കുട്ടിക്ക് അത് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിധിയുടെ അടുത്ത് 2-3 പ്രാവശ്യമായിട്ട് ആ കുട്ടി മാപ്പൊക്കെ പറഞ്ഞു. കാരണം തന്റെ ജീവിതത്തില് തനിക്ക് പറ്റിപ്പോയ ഒരു തെറ്റാണ് ചേച്ചി, അത് മനസ്സിൽ വെക്കരുത്, സുധീഷ് ഏട്ടൻ പാവമാണ് എന്നൊക്കെ പറയും. അതെ, ഞാൻ കുട്ടിയോട് സംസാരിച്ച ഈ രീതിയാണ്, പക്ഷെ സുധീഷ് എന്റെ ഭർത്താവാണ്. ഒരു ഭാര്യയുടെ മുന്നിൽ വെച്ച് ഇത്രയും കോപ്രായം കാണിക്കാമെങ്കില് ഒരു ഭാര്യയായ ഞാൻ ചിലതൊക്കെ കണ്ടില്ല എന്ന് വെക്കാൻ പറ്റും, പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് കണ്ടില്ല എന്ന് വെക്കണത്? അതുകൊണ്ട് ഞാൻ ഇച്ചിരി റഫ് ഇതായിട്ടേ പെരുമാറത്തുള്ളൂ എന്നൊക്കെ നമ്മുടെ നിധി ഗായത്രിയോട് പറയണ കേട്ടോ. ഗായത്രി വീണ്ടും മാപ്പ് പറയണ നിധിയുടെ അടുത്ത്. അതൊന്നും സാരമില്ല, നന്നായിട്ട് പഠിച്ച് നല്ല നിലയിൽ എത്തണമെന്ന് പറയണ. അങ്ങനെ ഗായത്രിയും കൂട്ടി വെളിയിലോട്ട് ഇറങ്ങണ. അപ്പൊ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോ ഗായത്രിക്ക് വല്ലാത്ത വിഷമമായി. നീ എന്തിനാ ഡോറൊക്കെ അടച്ചിരുന്നെന്ന് കൂട്ടുകാരിയൊക്കെ ചോദിക്കണം. അപ്പൊ ഗായത്രി പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് വിഷമായിട്ടാ. അങ്ങനെ അവരൊക്കെ കെട്ടിപ്പിടിച്ച് സങ്കടമൊക്കെ മാറ്റി സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പൊ നിധി പറയും, നമുക്ക് എന്തെങ്കിലും സ്നാക്സോ ഫുഡോ ജ്യൂസോ എന്തെങ്കിലും ഓർഡർ ചെയ്ത് വരുത്തിയാലോ. അങ്ങനെ ഹോസ്റ്റലിൽ അത്രയും കുട്ടികൾക്കും നിധിക്കും നികേഷിനും കൂടെ വേണ്ടിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യണം. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് അവരെല്ലാരും ഹാപ്പി ആയിട്ട് വെള്ളവും ആ സ്നാക്സ് ഒക്കെ കഴിക്കാൻ കേട്ടോ. അങ്ങനെ കഴിച്ച് സന്തോഷത്തോടു കൂടി പിരിയാണ്. ഇതേ സമയം പാവം നമ്മുടെ സുധീഷ് അവിടെ ഇരുന്ന് BP കൂടി 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 മിഷ്യൻ പൊട്ടിത്തെറിക്കും കണക്കുള്ള BP ആയി. കാരണം താങ്ങാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടായി പോയി സുധീഷിന്. ജീവിതത്തിൽ ഇത്രയും പെട്ട ഒരു അവസ്ഥ സുധീഷിന് വന്നിട്ടേയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു സുധീഷ് ഇപ്പോ തരണം ചെയ്ത് പോണത്. അങ്ങനെ നമ്മുടെ നിധിയും അതുപോലെ നികേഷും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ തിരിച്ചു വരുന്ന വഴിയിൽ നിധി ആ സ്ത്രീയെ വീണ്ടും കാണേണ്ട, വേറെ ആരുമല്ല, നമ്മുടെ നികേഷിന്റെ അമ്മയുണ്ടല്ലോ. അപ്പൊ ഇതിനു മുന്നേ നിധി ഒരിക്കൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ട് കയറി പോവുകയാണ്. അതേ ഏരിയ തന്നെയാണ്. അങ്ങനെ നിധി ആ സ്ഥലം മനസ്സിലാക്കി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നികേഷ് ആണെങ്കിൽ കാണാൻ സാധ്യതയില്ല, കാരണം വളവളാന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിധിയുടെ കണ്ണില് അവര് പോയും അത് ആ സ്ഥലവും സ്പോട്ടും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വെക്കുകയും ചെയ്യണം. അങ്ങനെ നിധി കിളിക്കൂട്ടിലോട്ട് നികേഷിനെയും കൊണ്ട് വരെയാണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞ ശേഷം സുധീഷ് നോക്കുകയാണ്, എന്റെ അമ്മോ ഗായത്രി കൂടെ ഉണ്ടോ, അവളെയും കൊണ്ടുവന്നോ? അപ്പോഴേക്കും സുധീഷ് നോക്കുമ്പോ ഗായത്രി ഇല്ല. ഹോ, സമാധാനം. അപ്പൊ നിധിയും നികേഷ് അകത്തോട്ട് വരെയാണ്. അപ്പൊ ഒരുക്കങ്ങളെല്ലാം ആയോ? അപ്പൊ നികേഷ് ചോദിക്കും, ഗായത്രി കൊണ്ടുവന്നില്ലല്ലോ. ഇല്ല, ഗായത്രി കൊണ്ടുവന്നില്ല. ഓ, എനിക്ക് ഇപ്പഴാ നിധി സമാധാനമായത്. അതെ, എന്റെ ചങ്ക്
പിളർന്നു പോണ കണക്കായി പോയായിരുന്നു. സമാധാനം ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ നിധി പറയും, അതെ ഗായത്രി ഒരു ഓട്ടോറിക്ഷയ്ക്ക് വന്നോളൂ, അവളെ വീട്ടുകാരും കൂട്ടുകാരൊക്കെ ഉണ്ടാവും കൂടെ എന്ന് പറഞ്ഞു. സുധീഷിന്റെ ജീവൻ ദേ വീണ്ടും പോണു. എന്ത് ചെയ്യും? വല്ലാത്തൊരു സിറ്റുവേഷൻ. ആകെ ഒരു ഇടങ്ങേറ് പിടിക്കണ ഒരു അവസ്ഥയായിപ്പോയി. എന്താ ചെയ്യണേ? അങ്ങനെ നമ്മുടെ സുധീഷ് പ്രാണപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നിധി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സുധീഷ് പറയാം, അതെ ഞാനേ ഞാൻ ഇവിടുന്ന് പോവാ, എനിക്ക് ആ കുട്ടിയൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല. പിന്നെ ഫോൺ ചെയ്ത് സംസാരിച്ചു എന്നത് ശരി തന്നെയാണ്, പക്ഷെ അത് നിധിയെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് പറ്റില്ല നിധി, ഞാൻ ഇവിടുന്ന് പോവാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ഒരു ഇതായി, കാരണം കുറെ നേരായി സുധീഷ് ഈ ടെൻഷൻ അടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോഴേക്കും നിധി പറഞ്ഞു, സുധീഷ് പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഗായത്രി വരത്തൊന്നുമില്ല. പിന്നെ സുധീഷിന്റെ കയ്യിലിരിപ്പ് കുറച്ച് കൂടുതലല്ലേ, അതുകൊണ്ട് ഒരു ഡോസ് തരാന്ന് വെച്ചു, അത്രേ ഉള്ളൂ, അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും ഇല്ലാന്ന് നിധി പറയട്ടോ. അപ്പം ഗായത്രി ഇനി വരില്ലല്ലോ അല്ലെ. ഗായത്രിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഇനിയിപ്പോ വേറെ ആരെങ്കിലും ഇതുപോലെ വല്ല പെണ്ണുങ്ങളെ വളയ്ക്കാനെങ്ങാനും പോയാ എന്റെ സ്വഭാവം മാറും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് റൂമിലോട്ട് കയറി പോയായിരുന്നു കേട്ടോ. അപ്പൊ ആ റൂമിൽ ചെന്നിട്ടാണ് നിധി ഇതൊക്കെ പറയണത്. അപ്പൊ സുധീഷിന് സമാധാനം ആവണം കേട്ടോ, വല്ലാണ്ട് പേടിച്ചു. അപ്പൊ സുധീഷ് ഇങ്ങനെ ഇതായിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഹരീഷും സുധീഷും ഭാസ്കറിനൊക്കെ ഒരൊറ്റ ചിരി അങ്ങ് ചിരിക്കുകയാണ്. കാരണം ഇത്രയും നേരം ഇവിടെ കിടന്ന് ഈ സുധീഷ് കാണിച്ച ഒരു കടയം കാണേണ്ടത് തന്നെ. അങ്ങോട്ടോടണം ഇങ്ങോട്ടോടണം, നാട് വിട്ടു പോകാൻ പോണു, എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്ന് കാണിച്ചത്. നിധിയേട്ടത്തിൽ കാണേണ്ട തന്നെ. അങ്ങനെ സുധീഷിന് സമാധാനം ആവേണ്ട കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സുധീഷ് അങ്ങോട്ട് മാറിയ സമയത്ത് നിധി ആ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുകയാണ്. അതായത് നിങ്ങൾ അവിടെ പോയത് മുതൽ ആളുടെ ടെൻഷൻ കാണുമെന്ന്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് നിധിയുടെ മനസ്സ് വല്ലാണ്ടാവുകയാണ്. കാരണം വേറൊന്നുമില്ല, ആ വീഡിയോയിൽ സുധീഷ് പറയുന്നുണ്ട് എല്ലാവരുടെ അടുത്തും മനസ്സ് തട്ടി തന്നെ പറയണതാ, എന്റെ ജീവിതത്തിൽ ഒരേ ഒരാളേ ഉള്ളൂ, നിധി മാത്രമേ ഉള്ളൂ. നിധി അല്ലാണ്ട് മറ്റൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അവളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഓരോ കോപ്രായങ്ങൾ കാണിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. കാരണം അവൾ എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്നൊന്ന് പറയാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ, അതിനപ്പുറം എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് സുധീഷ് ഇതിന്റെ ഇടയിൽ എപ്പോഴൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ചോദിച്ചു, എടാ നീ ഒരു വിവാഹം കഴിച്ചവനല്ലേ, പിന്നെ നീ എന്തിനാണ് ഈ പെൺകുട്ടിയുടെ പുറകെ നോയത്, നിനക്കൊരു ഭാര്യ ഉള്ളല്ലേ. അപ്പോഴേക്കും സുധീഷ് പറയുന്നുണ്ട്, നിധി കേൾക്ക തന്നെ, അത് ഗായത്രിയുടെ അടുത്ത് പോകുന്നതിന് മുന്നെയാണ്. അതായത് വേറൊന്നുമല്ല, സുധീഷ് പറയുന്നുണ്ട്, ഞാൻ നിധിയും തമ്മിൽ നിയമപരമായി കല്യാണം കഴിച്ചു, പക്ഷെ ഒരു ഭാര്യ ഭർത്താവ് എന്ന രീതിയിലല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഞാനൊന്ന് റൂമിലോട്ട് അടുത്ത് ചെന്നാൽ മതി, അപ്പോഴേക്കും അവള് അത് വേറൊരു രീതിയിലാക്കി വളച്ചൊടിച്ച് വലിയ വിപ്ലവം ഉണ്ടാക്കും. പിന്നെ ഞാൻ എങ്ങനെ ഒരു ഭർത്താവെന്ന് പറയാൻ പറ്റും എന്നിങ്ങനെ സുധീഷ് ചോദിക്കണം. അപ്പോഴേക്കും നിധി വന്നിട്ട് പറയുന്നുണ്ട്, അതെ സുധീഷ് പറഞ്ഞ കാര്യം ശരിയാണ് 100%. കാരണം ഞാൻ ഒരു ഭാര്യയായിട്ടോ അല്ലെങ്കിൽ സുധീഷ് ഒരു ഭർത്താവായിട്ടോ നമ്മൾ തമ്മിൽ പരസ്പരം അംഗീകരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സുധീഷിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തന്നെ ഞാൻ പോയി പറഞ്ഞ് സംസാരിച്ച് റെഡിയാക്കാന്ന് പറഞ്ഞാണ് നിധി നമ്മുടെ ഗായത്രിയെ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ ആ പോകുന്ന പോക്കില് ആണ് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അപ്പം സുധീഷ് ഇത് ഗായത്രിയെ കാണുന്നതിന് മുന്നേ ഉള്ള സീനാണ്, അതെനിക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാട്ടോ ഇപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ കയറ്റി പറഞ്ഞത്. അപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നിധി സുധീഷ് സംസാരിച്ചു. അങ്ങനെ നിധി പോയിട്ട് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിധി കാണുകയാണ്. സുധീഷിന്റെ വാക്കുകൾ, അതായത് എന്റെ ജീവിതത്തിൽ നിധി മാത്രമേ ഉള്ളൂ, അവളെ മാത്രമേ ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ, ആ സ്ഥാനത്ത് ഇനിയൊരു പെൺകുട്ടിയെ കാണാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേട്ടിട്ട് നിധിയുടെ മനസ്സിൽ വല്ലാത്തൊരു എന്താ പറയണ, ഒരു ഇഷ്ടമാണോ അതോ ഒരു വല്ലാത്തൊരു അനുകമ്പയാണോ ഒന്നും അറിയില്ല, എന്തൊക്കെ തോന്നുന്നുണ്ട്. കാരണം നിധിയുടെ മനസ്സിലും അങ്ങനെയൊക്കെ തന്നെയാണ്. സുധീഷിനോട് കൂടെയുള്ള ആ ഒരു സ്നേഹമാണ് നിധി എപ്പോഴും സുധീഷിനോട് ഒരു ദേഷ്യമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ആ ഒരു സീൻ അങ്ങനെ നിൽക്കണം. അങ്ങനെ അന്നേ ദിവസം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിധി ചെന്നിട്ട് സുധീഷിന്റെ അടുത്ത് പറയും, അതെ നമുക്കൊന്ന് പുറത്തു പോയാലോ. സുധീഷിന് ഭയങ്കര സന്തോഷമാണ്. പോവാം. അങ്ങനെ സുധീഷും നിധിയും കൂടെ പുറത്തോട്ടൊന്ന് പോവാണ്. സുധീഷിന്റെ ഉള്ളിൽ ഒരു ചെറിയ ചങ്കലടി ഉണ്ടെന്ന്. കാരണം നിധി എന്തെങ്കിലും എന്നോട് പറയാനായിരിക്കുമോ എന്നുള്ള ഒരു ഭയം. അങ്ങനെ നിധിയും കൂട്ടി സുധീഷ് പോവുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ നിധി പറയും, ഇവിടെ നിർത്താൻ പറയും. അങ്ങനെ അവിടെ നിർത്തി കഴിയുമ്പോൾ നമ്മുടെ നിധി സുധീഷിനോട് ചില കാര്യങ്ങൾ പറയണം. അതായത് നമ്മുടെ നികേഷിന്റെ അമ്മയെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു, ഇന്ന് മാത്രമല്ല ഇതിനു മുന്നേയും കണ്ടു. പക്ഷെ അച്ഛൻ ഒരിക്കലും അത് അംഗീകരിച്ച് തരില്ല. അതുകൊണ്ട് അച്ഛനോട് ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ അച്ഛന്റെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായതാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ തിരക്കണം.
നികേഷിന്റെ അമ്മ ഇവിടെ എവിടെയോ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ സുധീഷ് എന്ന് പറയണ. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരക്കാം നിധി എന്നിങ്ങനെ പറയുന്നു. അപ്പൊ ഇതൊക്കെയാണ് അടുത്ത ആഴ്ച വരാനിരിക്കുന്ന മെയിൻ കുറച്ച് സീനും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ കാട്ടത്തെ കിളിക്കൂടെ എല്ലാവർക്കും കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ കാട്ടത്തെ കിളിക്കൂടിന്റെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ആവാണ്. അപ്പോ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.